പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫോട്ടോയിൽ ഇവരിട്ടിരിക്കുന്ന കുർത്തിയില്ലേ, അതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 9 ഇഞ്ച് വിഡ്ത്തും അതുപോലെ 15 ഇഞ്ച് ലെങ്ത്തുള്ള പേപ്പർ ക്യാൻവാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസ് നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിടാം. അതിനുശേഷം അതിൻ്റെ മേലെ ചെറുതായിട്ട് ഞാനൊരു ലൈനിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. താഴത്തോട്ടേക്ക് നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചും എടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഫ്രഞ്ച് കർവ് വെച്ചിട്ട് യു ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം താഴത്തോട്ടേക്ക് ഒരു ഞാൻ ഈ കാണിക്കുന്ന രീതിയിലൊരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. അത് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ വരച്ച ലൈനിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ റൈറ്റിലോട്ടേക്ക് ഓരോ ഇഞ്ച് ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ മാർക്കിങ്ങിൽ കൂടി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ്. അപ്പോൾ ആ പോയിൻറ്റ്സ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഷേപ്പിലാണ് കിട്ടുക. ഇനി നമുക്ക് ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ ആവശ്യമില്ലാത്ത ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. 1 ഇഞ്ച് മാത്രം സൈഡിൽ ബാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു കോർണറിൽ ഒരു കട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഗമ്മ് വെച്ചിട്ട് ഈ സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ സൈഡ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലേസും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഈ കാണുന്ന ലേസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്ത ഈ പീസ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുർത്തിയുടെ നല്ല വശത്ത് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കണം. ആ രണ്ടിൻ്റെയും സെൻറ്റർ കറക്റ്റ് ആക്കി വെച്ചിട്ട് വേണം വെക്കാൻ. അതിന് ശേഷം നമുക്കിതൊന്ന് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ കോർണറിലെത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു കോർണറിലെത്തുമ്പോഴും അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിച്ചിലൊന്നും തട്ടാണ്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ഇവിടെയെല്ലാം ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. അങ്ങനെ കട്ട് കൊടുത്താൽ നമുക്കിത് തിരിച്ചപ്പുറത്തോട്ടേക്ക് ഇടുമ്പം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയാണ് ആ കട്ട് കൊടുക്കുന്നത്. കട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ചിലൊന്നും തട്ടരുത്. അതിന് ശേഷം ഇതുപോലെ നമുക്ക് പിറകിലോട്ടേക്ക് തിരിച്ചിടുമ്പോൾ ആ കോർണറിൽ നമ്മൾ ചെറിയ എന്തെങ്കിലും പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തിയിട്ടൊന്ന് നേരെയാക്കി എടുക്കാം. ഈ ഒരു കോർണർ വരുന്നില്ല രണ്ട് സൈഡിലും, അവിടെ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ലേസ് ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഇതിന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോർണറിലെത്തുമ്പോൾ ഞാൻ ഈ ലേസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് മറ്റേ പീസ് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
വേറെ രീതിയിലുള്ള ലേസ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തു പോകാൻ പറ്റും. ഈ ഒരു ലേസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു കോർണറിലെത്തുമ്പോഴും ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഉള്ളിലേക്ക് കുറച്ച് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പീസ് ഉള്ളിലേക്ക് കുറച്ച് മടക്കി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ആ ലേസിൻ്റെ മേലെ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ലേസ് അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതൊരു തുണിയിൽ ഇതുപോലെ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പീസും കൂടി അതിൻ്റെ മേലെ വെച്ചിട്ട് ഈ ഒരു സൈഡിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മേലെ സ്റ്റിച്ച് ചെയ്യണ്ട. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ എടുത്ത ലേസില്ലേ, ആ ലേസിൻ്റെ ഒരു ഭാഗം കൂടി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കുർത്തിയുടെ താഴത്തെ ഭാഗത്തായിട്ട് വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നെക്ക് ഡിസൈൻ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ സ്ലീവ്സിലും കൂടി ഞാൻ ആ സെയിം ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.